ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്ററിലെ 36-37 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. രണ്ട് ടോപ്പിക്സ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്, അതായത് പ്രാദേശിക ഭാഷകളുടെ വളർച്ച, പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്, ഭക്തി സൂഫി തത്വങ്ങളുടെ സ്വാധീനം. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മൾ രണ്ട് കൾച്ചറൽ മൂവ്മെൻറ്റ്സ് ആണ് ഈ പാഠഭാഗത്ത് പഠിച്ചത്, ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. ഇനി വരുന്നത് ഈ രണ്ട് മൂവ്മെൻറ്റ്സും എങ്ങനെ പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു എന്നതാണ്. പ്രാദേശിക ഭാഷകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാകും. മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ, മറാത്തി, ഒഡിയ, ബംഗാളി, ഗുജറാത്തി. ഈ ഭാഷകളുടെ എല്ലാം പുരോഗതിക്ക് എങ്ങനെയാണ് ഭക്തി സൂഫി മൂവ്മെൻറ്റ് കാരണമായത് എന്നതാണ് ഈ ടോപ്പിക്ക്. പിന്നീട് വരുന്ന ടോപ്പിക്ക് ഭക്തി സൂഫി തത്വങ്ങളുടെ സ്വാധീനം. ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലൊരു അവലോകനമാണ് ഇതിൽ വരുന്നത്. സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഭക്തി സൂഫി മൂവ്മെൻറ്റിന് കഴിഞ്ഞു എന്നതാണ് ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. 49th ക്വസ്റ്റ്യൻ. നെയിം വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഉറുദു ലാംഗ്വേജ്. ഉറുദു ഭാഷയിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരിൽ ഒരാളുടെ പേര് നൽകുക എന്നാണ് ചോദ്യം. ആൻസർ ആമിർ ഖുസ്രു. ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഈസ് ദ ലാംഗ്വേജ് എൻറിച്ച്ഡ് ബൈ കബീർസ് ദോഹാസ്. കബീറിൻ്റെ ദോഹകളാൽ സമ്പന്നമായ ഭാഷ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഹിന്ദി. 51. ഉറുദു ഇസ് എ കോമ്പിനേഷൻ ഓഫ് വിച്ച് ലാംഗ്വേജസ്. ഏതെല്ലാം ഭാഷകളുടെ സമന്വയമാണ് ഉറുദു എന്ന ലാംഗ്വേജ്. ആൻസർ പേർഷ്യൻ ആൻഡ് ഹിന്ദി. 52. ഹൂ റോട്ട് ഗീതാ ഗോവിന്ദ ദ ലിറ്റററി വർക്ക് ഇൻ ബംഗാളി. ബംഗാളി ഭാഷയിൽ ഗീതാ ഗോവിന്ദ എന്ന സാഹിത്യകൃതി എഴുതിയത് ആരാണ്. ആൻസർ ജയദേവ. 53. ഹൂ റോട്ട് പത്മാവത് ദ ലിറ്റററി വർക്ക് ഇൻ ഹിന്ദി. ഹിന്ദി ഭാഷയിൽ പത്മാവത് എന്ന സാഹിത്യകൃതി എഴുതിയത് ആരാണ്. ആൻസർ മാലിക് മുഹമ്മദ് ജയ്സി. ക്വസ്റ്റ്യൻ നമ്പർ 54. ഹൂ ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻറ്റു തെലുങ്കു ലാംഗ്വേജ്. ആരെല്ലാമാണ് മഹാഭാരതം തെലുങ്കു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ആൻസർ നന്നയ്യ തിക്കണ്ണ യരപ്രഗത. 55. വാട്ട് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയിലേക്ക് നയിച്ചത് എന്താണ്. ആൻസർ നോക്കാം. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഭക്തി സൂഫി പ്രചാരകർ തങ്ങളുടെ ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാനായിട്ട് പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചു. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. 56. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു ഉദാഹരണം പറയുക എന്നതാണ് ചോദ്യം. ആൻസർ ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. പേർഷ്യൻ, ഹിന്ദി എന്നിവയുടെ സംയോജനമായ ഉറുദു ഭാഷയാണ് ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു ഉദാഹരണം. 57. വാട്ട് ആർ ദ മേജർ ലിറ്റററി വർക്ക്സ് ഓഫ് മലയാളം ലാംഗ്വേജ് ഇൻ മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. നെയിം ഇറ്റ്സ് ഓതേഴ്സ്. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ മലയാള ഭാഷയിലെ പ്രധാന സാഹിത്യകൃതികൾ ഏതൊക്കെയാണ്, അവയുടെ രചയിതാക്കൾ ആരൊക്കെയാണ്. ആൻസർ ദ മേജർ ലിറ്റററി വർക്ക്സ് ഇൻ മലയാളം ആർ ജ്ഞാനപ്പാന, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, മുഹ്യുദ്ദീൻ മാല, ആൻഡ് ഇറ്റ്സ് ഓതേഴ്സ് ആർ പൂന്താനം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ആൻഡ് കാസി മുഹമ്മദ്. 58th ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത്. ആൻസർ ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. Many devotional poems and literary works were composed in vernacular languages. ഭക്തി സൂഫി പ്രചാരകർ തങ്ങളുടെ ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാനായിട്ട് പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചു. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. നിരവധി ഭക്തി കാവ്യങ്ങളും സാഹിത്യകൃതികളും പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ടു. The Sufi poet Amir Khusru was one of the prominent writers of Urdu language. Kabir's Dohas enriched the Hindi language. Mahabharata, Ramayana and other works have been translated into various regional languages. This led to the rejuvenation of language and literature. സൂഫി കവിയായ അമീർ ഖുസ്രു ഉറുദു ഭാഷയിലെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളായിരുന്നു.
കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം തുടങ്ങിയ കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇതെല്ലാം ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പുനരുജ്ജീവനത്തിന് കാരണമായി. 59. What were the changes that happened in the society as a result of Bhakti Sufi movements? ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഫലമായി സമൂഹത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് ഹാവ് പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ റെഡ്യൂസിംഗ് കോൺഫ്ലിക്ട്സ്, ബ്രിങ്ങിംഗ് പീപ്പിൾ ടുഗദർ ആൻഡ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി. These movements were successful in bringing the ideas of different religions to the common people. സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിലും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലുമെല്ലാം ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചു. വിവിധ മതങ്ങളുടെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ഈ പ്രസ്ഥാനങ്ങൾ വിജയിച്ചു. The influence of Bhakti Sufi ideas helped people belonging to different castes and religions to coexist. The hallmarks of modern Indian society such as communal harmony, unity in diversity, fraternity, equality and pluralism have evolved from the influence of Bhakti Sufi movements. ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം വിവിധ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകളെ സഹവർത്തിത്വത്തിന് സഹായിച്ചു. സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, സമത്വം, ബഹുസ്വരത തുടങ്ങിയ ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകൾ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി ടെസ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്, അതിൽ കുറച്ച് ആരോ മാർക്സ് ഇട്ടിട്ടുണ്ട്. 3 പോയിൻറ്റ്സ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. റിലീജിയസ് ടോളറൻസ്, ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. മോണോത്തീസം, social equality, growth of regional languages, the message to lead spiritual life, freedom of women, greatness of occupation. ഇത്രയും പോയിൻറ്റ്സ് കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ധാരാളം പോയിൻറ്റ്സ് അതിൽ നിന്ന് കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഡിവോഷൻ ടു ഗോഡ്, ഫ്രറ്റേണിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി, ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ്, ക്വസ്റ്റ്യൻഡ് ബ്രാഹ്മണിക്കൽ സുപ്രമസി. അങ്ങനെ ധാരാളം പോയിൻറ്റ്സ് നമുക്ക് ടെസ്റ്റ് വായിച്ചാൽ കിട്ടുന്നതാണ്. ഇനി വെർണാക്കുലർ ലാംഗ്വേജസിൻ്റെ ഭാഗത്തൊരു ടേബിൾ ഉണ്ടായിരുന്നു. മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. അതിൽ തമിഴ്, കന്നഡ ലിറ്റററി വർക്ക്സിനെ കുറിച്ചും ഓതേഴ്സിനെ കുറിച്ചും ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടില്ല. കാരണം അത് നമ്മുടെ മുൻ വീഡിയോസിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എനിവേ, എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടേബിൾ മുഴുവനായിട്ടും പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.